നമസ്കാരം, ഞാൻ സിനോബിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നുകരയിലുള്ള ഷീജ ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ 30-ലധികം വെറൈറ്റിയുള്ള താമര ചെടികളുണ്ട്, താമര പ്ലാന്റ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ വിശേഷങ്ങളാണ് നാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഷീജ ചേച്ചി. ഷീജ ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേച്ചി, ഇതിവിടെ ഞാനൊരു ഡ്രമ്മിൽ മാങ്ങ ഉണ്ടായി കിടക്കണ കണ്ടു. ഡ്രമ്മിൽ ചെറിയൊരു മാങ്ങ. ഇത് ഏതാ ഇനം? ബരാമസി മാവാണത്. ബരാമസി മാവ്. ബരാമസി മാവ്. ഈ ഒരു പ്ലാന്റ് ഇതിപ്പോ എത്ര വയസ്സുള്ള പ്ലാന്റ്? ഇത് നമ്മള് ഇപ്പൊ നട്ടിട്ട് 1 വർഷം ആവണേ ഉള്ളൂ. 1 വർഷം ആവണേ ഉള്ളൂ. നമുക്കിപ്പോ ഒരു ഇതില് 4 ഇതിൽ നിറച്ചും പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം എല്ലാം കൊഴിഞ്ഞു പോയി. അത് ഇതിനു മുമ്പ് നിറച്ചുണ്ടായിരുന്നു. നമുക്ക് ഒരു 2 കിലോ കിട്ടുമോ? 2 കിലോ അത്രേ വലുതാവില്ല. അതല്ല ഞാൻ പറഞ്ഞ, ഇതിന് ടോട്ടൽ 1 തവണ ഉണ്ടാവും. നമ്മൾ നിറച്ചുണ്ടായി കഴിയുമ്പോഴേ. ഇപ്പൊ ഈ മഴ, ഈ തവണത്തെ മഴ നിറച്ച് പൂത്തത് മുഴുവൻ കളഞ്ഞു. ഇത് നമ്മള് നാടൻ പശുവിന്റെ ചാണകവും വീട്ടിലുള്ള വളം മാത്രമേ ഉപയോഗിക്കണുള്ളൂ. പുറത്തുനിന്നുള്ള വളമൊന്നും ഉപയോഗിക്കില്ല. ഇത് മൂത്ത് വരാൻ ഒരുപാട് സമയം എടുക്കും. കുറച്ച് സമയം വരും. ഇല്ല, നല്ല വലിയ മാങ്ങയാവും. ഒരു കിലോ ഉണ്ടാവില്ല, എന്നാലും ഒരു 3 ഒക്കെ വലിപ്പത്തിലൊക്കെ വരും. ഒരുവിധം വലിയ 3 വലിപ്പത്തിലൊക്കെ വരും. ഹൈറ്റ് ഇങ്ങനെയാണ് ഇപ്പൊ വളരുന്നത്, താഴോട്ടേക്ക്. ബഡ് ചെയ്തതാണ്. ഇല്ല, നമ്മൾ ബഡ് ചെയ്ത തൈ വാങ്ങിച്ച് നട്ടതാണ്. ഇപ്പൊ ഒരു വർഷം ആവണേ ഉള്ളൂ നട്ടിട്ട്. ഇത് കൊണ്ടുവന്നപ്പോ ഇതിലല്ലായിരുന്നല്ലോ, ഇത് ഡ്രമ്മിലേക്ക് മാറ്റിയതാണോ? ഡ്രമ്മിലേക്ക് മാറ്റിയതാണ്. ചെറിയ കവറിലായിരുന്നു ഇരുന്നിരുന്നേ. നമ്മളത് ഇതിലേക്ക് മാറ്റി വെച്ചതാണ്. വീട് മൊത്തം താമരയാണല്ലോ. താമര കൃഷിയുണ്ട്. താമര കൃഷിയാണല്ലോ. ഇപ്പൊ റിപ്പോർട്ട് ചെയ്തേക്കണ കാരണം കുറവാണ്. നമുക്ക് താമര ഉള്ളൊന്ന് കണ്ടാലോ? സെയിലുണ്ട്, ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ലോക്കലുള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇത് ഏതാ ഇനം ചേച്ചി? ഇതിപ്പോ ചന്ദ്രഭാഗ എന്ന് പറഞ്ഞിട്ട് ഒരെനാണ്. ചന്ദ്രഭാഗ. ഇതിപ്പോ മഴ പെയ്തുകൊണ്ട് പൂക്കളൊക്കെ കുറവാണല്ലേ? അതിന്റെ ഒരു ഭംഗി അത്ര കാണാൻ പറ്റില്ല. ഇതിപ്പോ വീട് ചുറ്റും താമരയാണല്ലോ അല്ലേ? താമരയുണ്ട്, ഒരുപാട് തന്നെ ഉണ്ട്. ഇതിന്റെ ട്യൂബറാണ് കൊടുക്കുന്നത്. നമ്മള് ട്യൂബർ തട്ട്. ഇതാണ് ട്യൂബറുകള്. വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് വാടിപ്പോവും. ഇതിന് സെയിൽ എങ്ങനെയാ പറഞ്ഞു? സെയില് നമ്മള് കൊറിയർ വഴിയാണ്. ഇല്ല, എത്ര വേണമെങ്കിലും നമ്മള് കൊറിയർ വഴി ചെയ്ത് കൊടുക്കും. അപ്പോ അത് 1 കിലോ വരുമ്പോ 80 രൂപയാണ് ആ ബോക്സിന് വരിക. നമ്മള് DTDC വഴി. അല്ല, ഞാൻ ചോദിച്ചത് ട്യൂബറിന് എന്താ റേറ്റ് തന്നെ? ട്യൂബറിന് 200 രൂപ. അത് ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. കാരണം നല്ല വലിയ പൂക്കളുണ്ട്. നമോ, ലക്ഷ്മി, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ റേറ്റ് 300 രൂപ, 350 രൂപ അങ്ങനെ വരും. ചിലത് 200 രൂപയുള്ളൂ, ചിലത് 100 രൂപയുള്ളൂ. അങ്ങനെ. ഇതില് ഇപ്പൊ ഏറ്റവും വലിയ പൂവുണ്ടാവണത് ഒരെണ്ണം കാണിച്ചു തരാമോ നമുക്ക്? വലിയ പൂവുണ്ടാവണത് നമോ വലിയ പൂവാണ്. വലിയ ടബിൽ നിൽക്കണത്. അത് വലിയ പൂവാണ്. പിന്നെ അതിഥി എന്ന് പറഞ്ഞിട്ട് ആ ടബില്. ഇതിപ്പോ മഴക്കാലം ആയതുകൊണ്ടൊക്കെ മോശമായിട്ട് നിൽക്കാണ്. അതിഥി നിറച്ചുണ്ടാവും. വീടിനകത്ത് വളർത്താൻ പറ്റിയ താമര വീടിനകത്ത് വളർത്താൻ പറ്റത്തില്ല. നല്ല വെയില് വേണം. നല്ല വെയിലാണ്. അല്ല, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നമുക്ക് ചെറിയ പോട്ടില്. അത് ലിയാംഗ്ലി എന്ന് പറഞ്ഞ പൂവാണ്. നമുക്ക് ചെറിയ പോട്ടിൽ വളരുന്നത്. ആ 2ാമത്തെ പാത്രത്തിൽ ഇരിക്കണത്. ലിയാംഗ്ലി. അത് 100 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കാറ് നമ്മൾ. അത് നമ്മള് ചെറിയ പൂവാണ്, പക്ഷെ നിറച്ചുണ്ടാവും. നമ്മള് പക്ഷെ അത് വെയിലുള്ള സ്ഥലത്ത് വെച്ച് പൂവുണ്ടായി കഴിഞ്ഞിട്ട് അകത്തെടുത്ത് വെക്കണതാണ് ആൾക്കാര്. അത് താമര തന്നെയാണ്. പക്ഷെ വെയിലുണ്ടായാലേ പൂവ് ഇടുള്ളൂ. അങ്ങനെയല്ലേ? അപ്പൊ വെയിലുള്ള ഭാഗത്ത് വെക്കണം. വീടിനകത്താണെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ. വീടിനകത്ത് സാധാരണ താമര വളരില്ല ഉറപ്പാണല്ലേ? ഓക്കെ. പിന്നെ ഇതിപ്പോ നമുക്ക് ആ ഒരു ചെളി വേണ്ട ചേച്ചി? ചെളിയല്ല, നമ്മളിപ്പോ ഇതിന്റെ അടിയിൽ ഒരു പിടി എല്ലുപൊടി ഇടും. പിന്നെ നമ്മുടെ നാടൻ പശുവിന്റെ ചാണകമാണ് ഇടണേ. 1 കിലോന്റെ അടുത്ത് ചാണകം. എന്ത് മണ്ണ്? മണ്ണ് നമ്മുടെ ചെമ്മണ്ണാണ് ഇടണേ. ഇതിന്റെ മണ്ണല്ലേ? ഇല്ല, ചെങ്കല്ല് പൊടി, ചുമന്ന മണ്ണില്ലേ? ചുമന്ന മണ്ണ്, കല്ലില്ലാതെ നമ്മൾ അരിച്ചെടുക്കും. അരിച്ചെടുത്തിട്ട് അത് ഇടണം. ചെളി വേണമെന്നൊന്നുമില്ല. എത്ര നാളായിട്ടാണ് നമ്മളിപ്പോ 1 വർഷം ആയിട്ടില്ല. ഇത് ആയിട്ടില്ല. അപ്പോഴേക്കും നമ്മളിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു, അത് പൂവിട്ടിന്റെ ആഗ്രഹം കൊണ്ട് പിന്നീട് വാങ്ങിച്ചപ്പോ 30 വെറൈറ്റി ആയി. നാരകാണ്, വലുതായിട്ടില്ല. അത്
നല്ലോണം വലുതാ. ആ, ഇസ്രായേൽ നാരകം എന്ന് പറയോ? ഇസ്രായേൽ നാരകം. അത് ഓറഞ്ചാണ്. അപ്പുറത്ത് നിൽക്കുന്നത് ഓറഞ്ചാണ്. മറ്റേ ഒറിജിനൽ ഓറഞ്ച് തന്നെയാണോ വെച്ചത്? ഒറിജിനൽ ഓറഞ്ച് അത്ര വലിപ്പം വന്നിട്ടില്ല. അത് ശരിക്കും 5 അത് നാരകം തന്നെയാണ്. അതിന്റെ അപ്പുറത്ത് നിൽക്കണം ആ ഡ്രമ്മിൽ. അതാണ് പൂവിട്ട് നിൽക്കുന്നത്. ശരിക്കും 5 വർഷം കഴിയണം എന്ന് പറയണേ. ഒരേപോലെ ഇരിക്കണേ. പക്ഷെ 5 വർഷം കഴിയണം ശരിക്കും ഓറഞ്ചിന്റെ ആ തനി പകർപ്പിലേക്ക് വരണമെങ്കിൽ. നമ്മൾ നട്ട് കഴിഞ്ഞിട്ടേ 5 വർഷം ആയാലേ ആവുള്ളൂ. ഉണ്ടാവണുണ്ട്. പച്ചക്കറി എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോ റീപോർട്ടിങ്ങിന്റെ സമയമാണ്. മുളകാണ്, ഉണ്ടമുളകാണ്. വിൽപ്പനയുണ്ട്. അത് തന്നെയാണ് നമ്മള് അത് ഉണങ്ങി പോയതിന്റെ. ഇപ്പൊ ഇതില് നിറച്ചും തക്കാളി നടാൻ. പിന്നെ നമ്മള് പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര ഇത് നമ്മള് ഔഷധ ഗുണം നമ്മുടെ കണ്ണിന് ഉണ്ടാവുന്ന തിമിരം എല്ലാം മാറും. കുട്ടികൾക്കൊക്കെ നല്ല കാഴ്ചശക്തി കിട്ടുന്നതാണ്. എല്ലാവർക്കും കണ്ണിന് ഉണ്ടാവുന്ന പ്രോബ്ലങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര. ചീര നമ്മള് ഒടിച്ചെടുത്ത് തോരൻ വെക്കണം. അതിന്റെ തണ്ടേപ്പാടി തണ്ടും ഇലയും ഒരുമിച്ചെടുത്ത് അരിഞ്ഞ് സാധാ തോരൻ വെക്കണം.